വിശ്വാസ് കുമാർ രമേശ് എന്ന അത്ഭുത മനുഷ്യനെ ഓർക്കാത്തവരായി ആരുമുണ്ടാകില്ല. 241 പേരുടെ ജീവനെടുത്ത ലോകം കണ്ട ഏറ്റവും ദാരുണമായ ഒരു വിമാന ദുരന്തത്തിൽ നിന്ന് സർവം കത്തിച്ചാമ്പലായിട്ടും ആ തീയിൽ നിന്ന് ഉയർത്തെണീറ്റു വന്ന ഒരേ ഒരു മനുഷ്യൻ. സമീപത്തെ കെട്ടിടത്തിലുണ്ടായിരുന്നവർ പോലും കൊല്ലപ്പെട്ടപ്പോൾ ബാക്കിയായ ഒരേ ഒരു ജീവൻ വിശ്വാസ് കുമാറിൻ്റെതായിരുന്നു. മുടന്തിയാണെങ്കിലും രക്ഷാപ്രവർത്തകർക്കൊപ്പം ആശുപത്രിയിലേക്ക് നടന്നുപോയ വിശ്വാസ് കുമാർ ദുരന്തം നടന്ന് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം തന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അപകടം ബാക്കിയാക്കിയ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് വിശ്വാസ് കുമാർ വിവരിച്ചത്. ദുരന്തശേഷിപ്പായ വിശ്വാസ് കുമാറിന്റെ ജീവിതം മാനസികമായും ശാരീരികമായും തകർന്നു. ഇന്നും ദുരന്തമുണ്ടാക്കിയ മാനസിക ആഘാതത്തിൽ നിന്ന് വിശ്വാസ് കുമാർ മോചിതനായിട്ടില്ല. ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാവുന്നതല്ല. ജൂൺ 12 ഉച്ചയ്ക്ക് 1:30 അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തകർന്നു വീണത്. തൊട്ടടുത്ത കെട്ടിടത്തിലുള്ളവരെ അടക്കം 241 പേരെ ചാമ്പലാക്കി കളഞ്ഞ ആ ദുരന്തത്തിൽ നിന്ന് ഉയർത്തെണീറ്റത് വിശ്വാസ് കുമാർ രമേശ് എന്ന 40-കാരൻ മാത്രമായിരുന്നു. ഇന്നും ആ അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് വിശ്വാസ് കുമാർ. ജീവനോടെ രക്ഷപ്പെട്ടുവെങ്കിലും ശരിക്കും ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് വിശ്വാസ് കുമാർ എന്ന് പറയാം. 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ദുരന്തം നടന്നിട്ട്. മരണമുഖത്ത് നിന്ന് ഭാഗ്യത്തിന്റെ നൂലിഴയിൽ തിരിച്ചു കിട്ടിയ ജീവനുമായി അതിജീവനത്തിനുള്ള പോരാട്ടത്തിൽ കഴിയുന്ന ആ 40-കാരൻ പക്ഷേ ഇന്ന് അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ ഉൾക്കിടിലം വരും. നടക്കാൻ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. വാഹനമോടിക്കാൻ കഴിയുന്നില്ല. കാൽമുട്ടിനും തോളിനും കഠിനമായ വേദനയാണ് വിശ്വാസ് അനുഭവിക്കുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ വിശ്വാസിനെ മാനസികമായും തളർത്തി. നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നതിനാൽ ആരെയും അഭിമുഖീകരിക്കാനാകുന്നില്ല. വീട്ടിൽ നിന്ന് അധികം പുറത്തിറങ്ങാതെ മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ്. സംസാരശേഷി ഇപ്പോഴും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. കുടുംബാംഗങ്ങളോട് പോലും ശരിയായി സംസാരിക്കാൻ നന്നായി ക്ലേശിക്കുന്നുണ്ട്. രാത്രികളിൽ ഉറക്കം കിട്ടുന്നില്ല വിശ്വാസിന്. ഒന്ന് ഉറങ്ങുമ്പോഴേക്കും ഞെട്ടി ഉണരും. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടുന്നു. അങ്ങനെ ഉറക്കമില്ലായ്മ മനസ്സിനെയും ശരീരത്തെയും കാര്യമായി തന്നെ ബാധിച്ചു. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയും അപകടത്തിന് ശേഷം വിശ്വാസിനെ പിടികൂടിയതായി ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ശാരീരിക വേദനകളും മാനസികാഘാതവും ഒരുപോലെ തളർത്തിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിജീവിക്കുക, അതിനെ തരണം ചെയ്യുക? എന്നിട്ടും വിശ്വാസ് തന്റെ വേദനകളുമായും പ്രയാസങ്ങളുമായും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ജീവിതത്തിൽ കരുത്തും താങ്ങും തണലുമായിരുന്നു വിശ്വാസിന് സഹോദരൻ അജയ് കുമാർ. അന്ന് ആ അപകട സമയം അജയ് കുമാറും വിശ്വാസിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു. വിശ്വാസിനെ വെറുതെ വിട്ട മരണം പക്ഷേ അജയ് കുമാറിനെ തട്ടിയെടുത്തു. തന്റെ കരുത്തായിരുന്ന സഹോദരൻ മരിച്ചുവെന്നത് ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വസിക്കാനായിട്ടില്ല. സഹോദരന്റെ മരണത്തോടെ വിദേശത്തെ ബിസിനസ്സും തകർന്നു. നോക്കൂ, ഒരു അപകടം തകർക്കുന്നത് ഒരു ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളെയാണ് എന്ന്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടും ആരോഗ്യമുള്ള ഒരു ശരീരമില്ലാതെ വിശ്വാസ് കുമാർ നയിക്കുന്ന ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ്. സഹോദരൻ അജയ് കുമാറിനൊപ്പം ഗുജറാത്തിലെ ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയ വിശ്വാസ് കുമാറും സഹോദരനും മടക്കയാത്രയിലായിരുന്നു. എമർജൻസി വാതിലിനു സമീപത്തെ A11 സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നത്. ഒരുപക്ഷെ അതാകാം വിശ്വാസിന്റെ ജീവൻ രക്ഷിച്ചതും. വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡായതേ ഉണ്ടായിരുന്നുള്ളൂ. അതിഭയാനകമായ ഒരു ശബ്ദം കേട്ടു. വിമാനം അസ്വാഭാവികമായി താഴ്ന്നു തുടങ്ങി. വിമാനം തകരുകയാണ് എന്ന് ഉറപ്പായതും സീറ്റ് ബെൽറ്റ് അഴിച്ച് വിശ്വാസ് എമർജൻസി വാതിലിലേക്ക് കുതിച്ചു. ഈ സമയം തന്നെ അസാമാന്യ ശബ്ദത്തോടെ വിമാനം ഇടിച്ചിറങ്ങി. മനസ്സിൽ കുടുംബത്തിന്റെ ചിത്രം തെളിഞ്ഞിട്ടുണ്ടാവും. തുറന്ന എമർജൻസി വാതിലിലൂടെ വിശ്വാസ് പുറത്തേക്ക് ചാടി. അപ്പോഴേക്കും വിമാനത്തെ തീ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. നടുക്കുന്ന ആ ഓർമ്മകൾ ഇപ്പോഴും വിശ്വാസിന്റെ മനസ്സിനെ വേട്ടയാടുകയാണ്. അപകടം നടന്നതിന് ശേഷം ദിയുവിലെ കുടുംബത്തിന്റെ മത്സ്യബന്ധന ബിസിനസ് പാടെ തകർന്നു. ഇതവരെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലുമാക്കി. വിശ്വാസിനെ പ്രതിനിധീകരിക്കുന്ന UK ആസ്ഥാനമായുള്ള അഭിഭാഷകനും ക്രൈസിസ് ഉപദേഷ്ടാവുമായ റാഡ് സീഗർ വ്യക്തിപരമായി കുടുംബത്തെ കണ്ട് എയർ ഇന്ത്യ CEO കാമ്പൽ വിൽസൺ അവരുടെ സാഹചര്യം വിലയിരുത്താനും സമഗ്രമായ ഒരു ക്ഷേമ പാക്കേജ് നൽകാനും ആവശ്യപ്പെട്ടു. വിശ്വാസിന് അടിയന്തര സഹായം ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ പരിക്കുകൾ ശാരീരികവും മാനസികപരവുമായ വളരെ വലുതാണ് എന്ന് സീഗർ പറയുന്നു.
എയർലൈൻ നൽകിയ 21,500 പൗണ്ടിന്റെ, അതായത് ഏകദേശം 25 ലക്ഷം രൂപ ഇടക്കാല നഷ്ടപരിഹാരം അദ്ദേഹത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ അപര്യാപ്തമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ അപകടത്തിൽ അതിജീവിച്ച വ്യക്തിയോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നും ഇടക്കാല സാമ്പത്തിക ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും എയർ ഇന്ത്യ അറിയിക്കുന്നു. ദുരന്തബാധിതരായ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കാൻ ടാറ്റ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ സന്ദർശനം തുടരുന്നുണ്ട്. വിശ്വാസിന്റെ പ്രതിനിധികളുമായി ഒരു കൂടിക്കാഴ്ച ക്രമീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു നല്ല പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ അപകടത്തിൽപ്പെട്ട 95% കുടുംബങ്ങൾക്കും ഇടക്കാല പേയ്മെന്റുകൾ ലഭിച്ചതായി വിമാന കമ്പനി അറിയിച്ചു. അദ്ദേഹത്തിനുള്ള പരിചരണത്തിനും ദുരന്തം ബാധിച്ച എല്ലാ കുടുംബങ്ങൾക്കുമുള്ള പരിചരണത്തിനും വലിയ മുൻഗണന നൽകുന്നുണ്ട് എന്നും എയർലൈൻ പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ ചൂഴ്ന്ന് പല ഊഹാപോഹങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ടേക്ക് ഓഫ് സമയത്ത് തന്നെ വിമാനത്തിലെ വൈദ്യുതി വിതരണത്തിൽ തകരാർ സംഭവിച്ചുവെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിമാനത്തിന്റെ പിൻഭാഗത്തെ ചില യന്ത്രഭാഗങ്ങൾ കത്തിയത് വൈദ്യുതി തകരാർ മൂലമുള്ള തീപിടുത്തം മൂലമാണോ എന്ന സംശയവും തുടക്കം മുതലുണ്ട്. വിമാനത്തിലെ മുഴുവൻ വൈദ്യുതി സംവിധാനത്തെയും ബാധിക്കുന്ന ട്രാൻസ്ഡ്യൂസറിലെ തകരാർ വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപാണ് പരിഹരിച്ചത് എന്നതിനും തെളിവുണ്ട്. അതിനെല്ലാം പുറമെ 1.5 മാസം മുൻപ് അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയിരുന്നു. അന്വേഷണം പൂർത്തിയാകും മുൻപ് തന്നെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെയും പൈലറ്റുമാരെ കുറ്റക്കാരാക്കുന്ന പ്രചാരണത്തിന് വഴിവെച്ചതിനും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പ്രാഥമിക റിപ്പോർട്ട് എന്ന അർത്ഥത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരായ സുമീത് സബർവാളും ക്ലൈവ് കുന്ദറുമാണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കി. എന്നാൽ ഇന്ധനം മാറ്റുന്നതിലെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിലെയും തകരാറുകൾ പോലുള്ള നിർണായക പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ച് കുറ്റം പൈലറ്റുമാരിലേക്ക് മാത്രമായി ചുരുക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ചോരുകയും അവ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു. ഇതാണ് പൈലറ്റുമാരെ കുറ്റക്കാരാക്കിയുള്ള പ്രചാരണത്തിന് ശക്തി പകർന്നത്. ഇത് ചോദ്യം ചെയ്ത് കുറ്റം തന്റെ മകനിൽ ചാർത്താൻ ശ്രമം നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി പൈലറ്റ് സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാളും സുപ്രീം കോടതിയിൽ എത്തിയത് വലിയ വാർത്തയായിരുന്നു.